കാറ്റത്തെ കിളിക്കൂട്ടിൽ സുധീഷ് അറസ്റ്റിലാകുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, കാറ്റത്തെ കിളിക്കൂട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുധീഷാണെങ്കിൽ നിധിയെ അപമാനിച്ചവനെ തല്ലുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. സുധീഷാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല. തൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചതിന്, സങ്കടപ്പെടുത്തിയതിന്, അപമാനിച്ചതിന് എല്ലാത്തിനും തല്ലിച്ചതയ്ക്കുന്നു. ഇതേ സമയം നിധിയാണെങ്കിൽ സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷെ, മേലിൽ അവൻ ആരെയും കളിയാക്കാനോ ഒന്നും പാടില്ല, അവൻ്റെ പല്ല് അടിച്ച് കൊഴുക്കി എന്ന് പറയുമ്പോൾ സുധീഷാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവൻ്റെ മോന്തയ്ക്കടിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അവരെ കളിയാക്കിയവരെയൊക്കെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുന്ന ആ സമയമാണെങ്കിൽ നമ്മുടെ അച്ഛനും വരുന്നുണ്ട് അവിടേക്ക്. അച്ഛനോടും നിധി സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ വെറുതെ നോക്കി നിൽക്കാവേടാ നാറികളെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ, നാട്ടുകാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയം ഇവന്മാരിവിടെ നിന്ന് തല്ലി ഓടിക്കടാ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ സുധീഷും സുഭാഷും എല്ലാവരും ചേർന്ന് നമ്മുടെ എല്ലാവരെയും അടിച്ചു കളയുന്നൊരു കാഴ്ച, അടിച്ചോട്ടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അവർ ജീവനും കൊണ്ട് ഓടുന്നു. വീട്ടിൽ ചെന്നതും നമ്മുടെ കാമുകിയുടെ സഹോദരനാണല്ലോ. എന്തിനാണ് ഇങ്ങനെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ ശല്യം ചെയ്തതിനെ തുടർന്ന് തല്ലിയതാണെന്ന് അവൻ നുണ പറയുന്നത് കാണാം. ഇതേ സമയം അവൻ്റെ അമ്മയും ഒരു കൗൺസിലറും കൂടാതെ അച്ഛനൊക്കെ കൂടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കിളിക്കൂട്ട് വീടിന് മുൻപിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് കാണാൻ സാധിക്കും. അപ്പോഴേക്കും അച്ഛൻ വന്ന് കൗൺസിലറായിട്ട് പൊളിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവൻ്റെ അച്ഛനെയും കൂടാതെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, മര്യാദയ്ക്കാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിൻ്റെ കൈയും കാലും തല്ലിയൊടിക്കേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു എന്ന് പറയുന്നു. പെൺകുട്ടികളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും ബലം എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അച്ഛൻ പറയും, അതായത് വിളിച്ചുകൊണ്ട് മര്യാദയ്ക്ക് പോളോ, അല്ലെങ്കിൽ പണി നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പോവില്ല. എൻ്റെ മക്കളെ തല്ലിയതിന്, എൻ്റെ മകനെ തല്ലിയതിന് നിങ്ങൾക്കെതിരെ കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോലീസ് തീർച്ചയായിട്ടും വരും, എന്നിട്ട് ഈ ധിക്കാരിയെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നു. ഇതിനിടയിൽ കൗൺസിലറാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛൻ കൗൺസിലറെ പൊളിച്ചടിക്ക് വിടാണ്. താൻ വാറ്റ് വാങ്ങി ജയിച്ചവനല്ലേടോ. കൂടാതെ തന്നെയാണെങ്കിൽ അവിടെ പൈപ്പ് പൊട്ടിക്കിടക്കാണ്. അതിനൊന്നും തനിക്ക് ഇടപെടാൻ നേരമില്ലാതെ ഇതിൽ വന്ന് ഇടപെടുന്നത് എന്തിനാടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയും കളിയാക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിലതാ സുധീഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ജീപ്പ് വന്നെത്തുകയാണ്. പോലീസ് ജീപ്പ് വന്നെത്തുന്ന ആ സമയമാണെങ്കിൽ നിധിയാണെങ്കിൽ ഇടപെടണോടാ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് നിധി നിൽക്കുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ സംഭവവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിൽ സുധീഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നൊരു തോന്നൽ നമ്മൾ പ്രേക്ഷകർക്ക് തരുന്നുണ്ട്. അപ്പോൾ